നമ്മുടെ കുട്ടികളുടെ കരിയർ സക്സസിനെ ഇമ്പാക്ട് ചെയ്യുന്ന ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ്? അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നടന്ന കഥകൾ പറഞ്ഞു തരാം. ഒന്നാമത്തേത് എയിംസിൽ MBBS പഠിക്കാൻ പോയൊരു കുട്ടിയുടേതാണ്. ഹിസ് നെയിം വാസ് റോമൻ സേനി. ഓക്കെ, റോമൻ സേനി MBBS എയിംസിൽ നിന്ന് പൂർത്തിയാക്കി ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ UPSC സിവിൽ സർവീസ് എക്സാംസ് എഴുതി. UPSC സിവിൽ സർവീസ് എക്സാംസ് എഴുതിയ റോമൻ സേനി അതിൽ 18ാം റാങ്ക് ഓൾ ഇന്ത്യ ലെവലിൽ വാങ്ങി. 18ാം റാങ്ക് വാങ്ങി മുസോറിയിൽ ട്രെയിനിങ്ങിന് പോയി IAS പട്ടം കിട്ടി. എന്നിട്ട് ജോബിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ റോമൻ സേനി ആ ജോലി രാജിവെച്ചു. അപ്പോൾ ഡോക്ടർ റോമൻ സേനി IAS ഉടനെ തന്നെ ജോലി രാജിവെച്ച് പിന്നീട് എന്താണ് ചെയ്തത്? ഹി സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനലിന്റെ പേരാണ് അൺഅക്കാഡമി എന്നുള്ളത്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് എഡ്ടെക് പ്ലാറ്റ്ഫോംസിൽ ഒന്നാണ് അൺഅക്കാഡമി എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സ്റ്റുഡന്റ് ബേസ് ഉള്ള പ്ലാറ്റ്ഫോംസിൽ ഒന്നാണ്. റൈറ്റ്, ഹി ബിക്കെയിം ആൻ ഓൺട്രപ്രണർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കഥയിലോട്ട് പോകാം. അടുത്തൊരു കഥ IIT എൻട്രൻസിൽ ടോപ്പ് 10 റാങ്കിൽ വന്ന ഒരു മലയാളിയുടേതാണ്. ഓക്കെ, ആ മലയാളിയുടെ പേരാണ് രാജു നാരായണ സ്വാമി. IIT മദ്രാസിൽ നിന്ന് BTech കഴിഞ്ഞ അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതി. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങുന്ന ആദ്യത്തെ മലയാളിയായി മാറി. ഇന്ന് കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. മനോഹരമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന രാജു നാരായണ സ്വാമി. മറ്റൊരു കഥ രഘുറാം രാജന്റേതാണ്. രഘുറാം രാജനെ ഒരു എക്കണോമിസ്റ്റ് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ആയിരുന്നു രഘുറാം രാജൻ എന്നുള്ളത്. അദ്ദേഹം ഇന്ന് US യൂണിവേഴ്സിറ്റികളിലടക്കം എക്കണോമിക്സിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറാണ്. പക്ഷെ അദ്ദേഹം UGക്ക് പഠിച്ചത് എക്കണോമിക്സ് അല്ല എന്നുള്ളത് എത്ര ആളുകൾക്ക് അറിയാം? അദ്ദേഹം ആക്ച്വലി പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് ഫ്രം IIT ഡൽഹി. ഓക്കെ, ഇനി മറ്റൊരാളുടെ കഥ പറയാം. അത് ഇപ്പോൾ കോഴിക്കോട് സബ് കളക്ടർ ആയിട്ടുള്ള ആയുഷ് ഗോയലിന്റേതാണ്. ആയുഷ് ഗോയലിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. മനോഹരമായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ആയുഷിന്റെ കഥ ഞങ്ങളോട് പറഞ്ഞു. ആയുഷ് പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ആയുഷിന് അതിനുശേഷം IIM കോഴിക്കോട് പോയി MBA ചെയ്തു. അവൻ നല്ലൊരു കൺസൾട്ടിങ് കമ്പനിയിൽ ജോലി കിട്ടി. ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരു ജോലി കിട്ടി. പിന്നീട് ആയുഷിന് തോന്നി, ഞാൻ ഇതാണോ ചെയ്യേണ്ടത്? എന്റെ വർക്ക് കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് വേണ്ടേ എന്നുള്ളത്. ആയുഷ് 24ാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്തു. ഇന്ന് കേരള കേഡറിലെ ഒരു IAS ഉദ്യോഗസ്ഥരുടെ ഒരാളാണ് ആയുഷ് ഗോയൽ എന്നുള്ളത്. അപ്പോൾ ആയുഷ് ഗോയൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ IAS ഓഫീസേഴ്സിൽ ഒരാളാണ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ഹിം. ഓക്കെ, അപ്പൊ ഇത്രയും കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ സിവിൽ സർവീസിലോട്ട് പോയ ആളുകളുണ്ട്, അതേപോലെ തന്നെ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് മാറിയ ആളുകളുണ്ട്. ഇനിയും കഥകൾ വേണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. മറ്റൊരു കഥ അരവിന്ദ് കെജ്രിവാളിന്റേതാണ്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. 2 തവണ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം പഠിച്ചത് IIT റൂർക്കിയിലായിരുന്നു. സുന്ദർ പിച്ചൈ, ഗൂഗിളിന്റെ CEO, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക് കമ്പനികളുടെ മുകളിലിരിക്കുന്ന ഒരു അമേരിക്കക്കാരനല്ല, ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹം പഠിച്ചത് IIT കാൺപൂരിലാണ്. ഈ കഥകളിൽ നിന്നെല്ലാം ഒരു കോമൺ ത്രെഡ്, ഒരു കോമൺ ഫാക്ടർ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് കരിയറിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിനേക്കാളും ഏറെ പ്രധാനമാണ് ഒരുപക്ഷെ നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളത്. എന്തുകൊണ്ട് അത് പ്രധാനമാവുന്നത്? നമുക്ക് ഈ ആളുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കൊരു കോമൺ ത്രെഡ് കാണാം. ഇതിൽ IITയിൽ പഠിച്ചവരുണ്ട്, എയിംസിൽ പഠിച്ചവരുണ്ട്, അതേപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ ടോപ്പേഴ്സ് അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ അത്തരം IIMസിൽ പഠിച്ച ആളുകളുണ്ട്. നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ എക്സ്പോഷറിനെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിലുള്ളത്, ആരൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, ആരുമൊക്കെയായാണ് നമ്മൾ സമ്പർക്കം പുലർത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നല്ലൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സിവിൽ സർവീസിലോട്ട് പോകണം. സിവിൽ സർവീസിലോട്ട് പോകാൻ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നതാണോ നല്ലത്? അതല്ല ഡൽഹി യൂണിവേഴ്സിറ്റി പോലൊരു കോളേജിൽ പഠിക്കുന്നതാണോ നല്ലത്? ഡെഫിനറ്റ്ലി ഡൽഹി യൂണിവേഴ്സിറ്റി പോലൊരു കോളേജിൽ പഠിക്കുന്നതാണ്. കാരണം എന്താണ്? അവിടെ ആ സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത് കുറച്ചുകൂടി കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അവിടുന്ന് പഠിച്ചിറങ്ങിയ സിവിൽ സർവൻസ് ഉണ്ടാവും. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് മെന്റർഷിപ്പ് ഫ്രം ദം. ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ ആഗ്രഹമുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാം. ആൻഡ് അത് നിങ്ങളുടെ ഒരു 18ാം വയസ്സിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ചിലപ്പോൾ 24ാം വയസ്സിൽ ചിലപ്പോൾ റൈറ്റ് ആയിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ
ആഗ്രഹങ്ങൾ മാറും, നിങ്ങളുടെ ചിന്തകൾ മാറും, ലോകം മാറും അല്ലെ. ഇപ്പൊ വന്നു. മുമ്പ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ച ആളുകൾ ഇപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഇത്രത്തോളം പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഇല്ല. പക്ഷേ നമ്മൾ പഠിച്ച കോളേജ്, ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു 15 ലക്ഷം ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒരു ടോപ്പ് 10,000 നമ്മൾ വന്നു, അല്ലെങ്കിൽ ടോപ്പ് 5,000 നമ്മൾ വന്നു, എന്നിട്ട് നമ്മൾ നല്ലൊരു സ്ഥലത്ത് പഠിച്ചു. നിങ്ങൾക്ക് ലോകത്ത് ഇനി എന്തും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അത്തരം ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് നമുക്ക് നൽകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മാറുന്നത്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പോയി പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇപ്പോഴുള്ള ആഗ്രഹം വെച്ചിട്ട് ഇപ്പൊ ആർട്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CUT എഴുതുക, എഞ്ചിനീയറിംഗിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ JEE എഴുതുക, മെഡിസിന് പോകണമെന്നുണ്ടെങ്കിൽ നീറ്റ് എഴുതിയിട്ട് എയിംസിലോ ജിപ്മറിലോ ഒക്കെ പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആൻഡ് ദാറ്റ് വിൽ ചേഞ്ച് അവർ പീപ്പിൾസ് ലൈഫ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഏറ്റവും പ്രധാനം എന്നുള്ളത് എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ X&Y ലേണിംഗ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നത്. 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പരീക്ഷകളിൽ നമ്മൾ ജനറലി നോക്കുമ്പോൾ കേരളത്തിലുള്ള കുട്ടികൾ വളരെ കുറവാണ്. IIT-ൽ ആകെ 1% അഡ്മിഷനാണ് കേരളത്തിൽ നിന്നുള്ളത്. അതേപോലെ തന്നെ CUT പോലത്തെ പരീക്ഷകളിൽ നമ്മൾ ആക്ച്വലി വളരെ പിന്നിലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷനിൽ നമ്മൾ ആക്ച്വലി വളരെ പിന്നിലാണ്. ഇത്തരം പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് X&Y ലേണിംഗ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കിയിട്ടുള്ളത്. IITs-ഉം NITs-ഉം ഡോക്ടേഴ്സും എല്ലാം ലീഡ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3000-ത്തിലധികം കുട്ടികൾ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആൻഡ് അതുവഴി നമ്മുടെ കുട്ടികളുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.